പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഒരിക്കൽ ഈ ചർച്ചയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഏറ്റുമാനൂരിലെ മോഷണ വിഗ്രഹം ഒരു വിഗ്രഹമോഷണവുമായി ബന്ധപ്പെട്ടൊരു വാർത്ത പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. അത് സ്റ്റീഫൻ എന്ന് പറയുന്ന ഒരാളാണ് മോഷ്ടിച്ചത്. അന്ന് നയനാർ സർക്കാരിൻ്റെ കാലത്താണ് ഈ മോഷണം നടക്കുന്നത്. ആ മോഷണം 1981 മെയ് മാസത്തിലോ മറ്റുമാണ്. അന്ന് വലിയ പ്രതിഷേധങ്ങൾ നടന്നു. വലിയ രീതിയിൽ സർക്കാരിനെതിരെയുള്ള ജനവികാരമുണ്ടായി. ഒടുവിൽ കണ്ടുപിടിച്ചത് ഈ സ്റ്റീഫനെയാണ്, പാറശാലയിൽ നിന്ന്. അയാളൊരു കുപ്രസിദ്ധ മോഷ്ടാവായിരുന്നു. പിന്നീട് അതൊരു ആൻറ്റി ക്ലൈമാക്സിലാണ് അത് സമാപിച്ചത്. അന്നൊരു പെൺകുട്ടിയുടെ ഒരു തെളിവാണ് അതിനകത്ത് ഏറ്റവും നിർണായകമായി തീർന്നത്. ഞാനിത് പറഞ്ഞതിൻ്റെ കാരണം നമ്മുടെ മുഴുവൻ ചർച്ചകളും ഇപ്പോൾ നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി, പത്മകുമാർ, എൻ വാസു ഉദ്യോഗസ്ഥർ എന്ന തലത്തിലാണ്. ഇതിലിനിയും ഇന്നലെ പറഞ്ഞതുപോലെ ദൈവതുല്യരെന്ന് കരുതിയിരിക്കുന്ന ആളുകളുടെ സാന്നിധ്യം അന്വേഷിക്കപ്പെടണം എന്നുള്ളതാണ് എൻ്റെ നിലപാട്. പത്മകുമാറിന് ഇപ്പോൾ പാർട്ടി സംരക്ഷണം കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ എൻ്റെ വളരെ ശക്തമായ നിലപാട് ഇല്ല എന്ന് തന്നെയാണ്. കാരണം ഒരു തരത്തിലും പാർട്ടിക്കോ സർക്കാരിനോ ഈ SIT അന്വേഷണത്തിൽ ഒരു സംരക്ഷണവും കൊടുക്കാൻ കഴിയില്ല. ഇനി രാഷ്ട്രീയമായി സംരക്ഷണം കൊടുക്കുന്നതാണെങ്കിൽ മനസാക്ഷി കോടതി തീരുമാനിക്കട്ടെ എന്നൊരു നിലപാട് CPM ഈ വിഷയത്തിൽ എടുത്തിട്ടില്ല. CPM എടുത്തിരിക്കുന്ന നിലപാട് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഈ വിഷയം ചർച്ച ചെയ്തു. ഉയർന്നിരിക്കുന്നത് ഗൗരവതരമായ വിഷയങ്ങളാണെന്ന് വിലയിരുത്തിയിട്ടുണ്ട്. കുറ്റാരോപിതൻ മാത്രമാണ് എന്നുള്ളതാണ് സാങ്കേതികമായ ന്യായമെങ്കിലും ജില്ലാ കമ്മിറ്റിയിൽ ഈ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റി ഒരു തീരുമാനമെടുക്കാൻ സാധ്യതയുള്ളത്. ജില്ലാ സെക്രട്ടേറിയറ്റ് കൂടി ജില്ലാ കമ്മിറ്റിയിൽ നിന്നൊരു പക്ഷേ പുറത്താക്കാനാണ് സാധ്യത. ചുരുങ്ങിയത് സസ്പെൻഷനിലേക്കെങ്കിലും പോകുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇന്നലെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വരെയും ഈ പത്മകുമാറിനെതിരെയുള്ളത് ഭരണപരമായ വീഴ്ചയും ഒരു ഗൂഢാലോചനയിൽ അതുവഴി ഗൂഢാലോചനയിൽ പങ്കാളിയായി എന്നുള്ള റിമാൻഡ് റിപ്പോർട്ടിലെ വസ്തുതയും മാത്രമാണ്. ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സോളിഡ് എവിഡൻസ് SITക്ക് ലഭിച്ചു എന്ന് നമ്മൾ കരുതുന്നത് ഇന്നിപ്പോൾ വീട്ടിൽ നടത്തിയിരിക്കുന്ന അന്വേഷണത്തെ തുടർന്നാണ്. ബന്ധുക്കളുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതായി കണക്കാക്കുന്നു. അപ്പോൾ ആ രീതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടോ ഭൂമി ക്രയവിക്രയങ്ങളോ പത്മകുമാർ നടത്തിയിട്ടുണ്ടെങ്കിൽ നിശ്ചയമായും പാർട്ടി ഒരു മിനിറ്റ് പോലും ഈ പത്മകുമാറിനെ ആ സ്ഥാനത്ത് വെച്ചിരുത്താൻ അല്ലെങ്കിൽ സാധ്യതയില്ല എന്ന് തന്നെയാണ് എൻ്റെ ടേക്ക്. അത് ഒരു പക്ഷേ ചൊവ്വാഴ്ച ഉണ്ടായേക്കാനാണ് സാധ്യത. കാരണം ഇത് പാർട്ടിക്ക് വലിയ പ്രതിരോധമുണ്ടാക്കിയ ഒരു കേസാണ്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്ക് നിൽക്കുന്ന സമയത്ത് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം, മുൻ MLA, DYFIയുടെ വൈസ് പ്രസിഡന്റ്, പാർട്ടി പല പിണറായിക്കൊപ്പം വിശ്വാസത്തോടു കൂടി നിലയുറപ്പിച്ച നേതാവ്, ആ നേതാവിനെയാണ് പാർട്ടി വിശ്വസിച്ചിരുന്നത്. ആ നേതാവാണ് ഇപ്പോൾ ഇങ്ങനെയൊരു പണി കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്വാഭാവികമായും പാർട്ടിക്ക് ഔദ്യോഗികമായി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല. പക്ഷേ അതിന് നടപടിക്രമമുണ്ട്. അതാണ് നേരത്തെ പറഞ്ഞത്. ആ നടപടിക്രമം മാത്രമാണ് ചൊവ്വാഴ്ചയുള്ളത്. അതുകൊണ്ട് പാർട്ടി സംരക്ഷിച്ചു എന്ന് പറയുന്നത് തികച്ചും അവാസ്തവമായ കാര്യമാണ്. ഒന്ന്. രണ്ട്, ഒരു തരത്തിലും അന്വേഷണത്തിൽ പാർട്ടിക്കോ സർക്കാരിനോ ഈ വിഷയത്തിൽ പത്മകുമാറിനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിൽ യഥാർത്ഥത്തിൽ അന്വേഷണം ഇവിടം കൊണ്ട് അവസാനിക്കരുത് എന്നുള്ളതാണ് എൻ്റെ ടേക്ക്. പല ചോദ്യങ്ങളും ഉയരുന്നുണ്ട് പൊതുസമൂഹത്തിൽ. ആ ചോദ്യങ്ങൾ കൂടി പ്രേക്ഷകരുമായിട്ട് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 4 സംശയങ്ങൾ എനിക്ക് ഈ വിഷയത്തിലുണ്ട്. അത് പത്മകുമാറുമായോ അവിടെയുള്ള ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുമായോ മാത്രം ബന്ധപ്പെട്ടതല്ല. അതിനും അപ്പുറം നടന്നേക്കാവുന്ന ഒരു വലിയ മാഫിയ സംഘം അവിടെ പ്രവർത്തിച്ചിരുന്നു എന്നുള്ളതാണ്. അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെയുള്ള അവതാരങ്ങൾക്ക് അവിടെ വന്ന് കയറാനും അവിടെ ഒരു പരികർമ്മിയായി പ്രവർത്തിക്കാനും പിന്നീട് വലിയ സ്വാധീനം ഉറപ്പിക്കാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയത് എങ്ങനെയാണ്? പ്രധാനപ്പെട്ട ചോദ്യം. ഒന്ന്, ഏത് കാലത്താണ് വരുന്നത്? 2007, 2008 കാലത്ത്. എങ്ങനെയാണ് വരുന്നത്? രാഷ്ട്രീയ നിയമനമല്ല. അതാണ് എൻ്റെ ആദ്യത്തെ പോയിന്റ്. ഉണ്ണികൃഷ്ണൻ പോറ്റി സന്നിധാനത്തേക്ക് വരുന്നത് ഒരു രാഷ്ട്രീയ നിയമനമായിട്ടല്ല. കാരണം അവിടെ കീഴ്ശാന്തിമാരെ നിയമിക്കുന്നത്, അതിനുശേഷം പരികർമ്മിമാരെ തീരുമാനിക്കുന്നതൊക്കെ അവിടുത്തെ മേൽശാന്തിയുടെയും മറ്റ് തന്ത്രിമാരുടെയും ഒക്കെ താല്പര്യപ്രകാരം തന്നെയാണ്. അവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ആലപ്പുഴ സ്വദേശിയായ മാധവൻ നമ്പൂതിരിയുടെ സഹായിയായിട്ടാണ് സന്നിധാനത്തെത്തുന്നത്. ദേവസ്വം ബോർഡിന് അന്ന് ആരാണ് ദേവസ്വം ബോർഡ് ഭരിക്കുന്നത്? G. സുധാകരനാണ്. അതായത് പ്രതിപക്ഷം പോലും ഒരു തരത്തിലും അഴിമതിയുണ്ട് എന്ന് പറയാത്ത G. സുധാകരൻ ദേവസ്വം ബോർഡ് മന്ത്രിയായിരിക്കുന്ന സമയത്താണ് വരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടേക്ക് ആലപ്പുഴയിൽ നിന്നുള്ള ഒരു സ്വദേശി, ഒരു മാധവൻ നമ്പൂതിരിയാണ് അവിടേക്ക് കൊണ്ടുവരുന്നത്. അതിനുശേഷം വളരെ പെട്ടെന്നാണ് ഇയാൾ പരികർമ്മിയായി തീരുന്നത്. അവിടെയുള്ള കീഴ്ശാന്തിക്കാരോടൊപ്പം തീരുന്നത്. ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലടക്കം കയറുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിന് ഒരു ആക്സസ് കിട്ടുന്നത്. പ്രേക്ഷകർ ഓർമ്മിക്കണം, ഇത് ഒരു പോയിന്റ്. രണ്ടാമത്, അവിടേക്ക് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി വരുന്നത് എന്നുള്ളതിന് ഒരു ചരിത്രം കൂടിയുണ്ട്. ഞാൻ ഇന്നലെ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നു. ശബരിമലയിലേക്ക് വരുന്നതിന് മുമ്പ് ബംഗളൂരുവിലുള്ള ശ്രീരാമപുരത്തെ അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ ഏറെക്കാലം മേൽശാന്തിയായി പണിയെടുത്തിട്ടുണ്ട്. അവിടെ ഈ അയ്യപ്പ ക്ഷേത്രത്തിൽ മേൽശാന്തിയായി 10 വർഷം പണിയെടുപ്പിക്കാനുള്ള ഒരു യോഗ്യതാ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപദേശിച്ചു കൊടുത്തത് ആരാണ്?
എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഇതെല്ലാം ഒരു വലിയ ഗുണാൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിൽ നിന്ന് നേരെ ശബരിമലയിലെ മേൽശാന്തിമാരുടെ പട്ടികയിലേക്ക് കൊണ്ടുവരാനൊരു നീക്കം അവിടെ നടത്തിയിട്ടുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരാണ്? മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചോദ്യം, ഈ റോദ്ദം ജുവലറി എന്ന് പറയുന്ന ഇതിൽ തൊണ്ടി മുതൽ കണ്ടെത്തിയിരിക്കുന്ന ഗോവർദ്ധൻ്റെ ജുവലറിയിൽ പോയി പൂജ നടത്തിയത് മഹേഷ് മോഹൻ്റെ കണ്ഠര് ആണ്. അപ്പോൾ തന്ത്രി മഹേഷ് മോഹൻ്റെ കണ്ഠര് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞിട്ടാണ് പോയതെന്നും 2-3 ഇടങ്ങളിൽ പോലും ഞാൻ പോയി പൂജ നടത്തിയിട്ടുണ്ടെന്നുള്ളതൊരു മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വിശ്വസിച്ച ബാക്കി എല്ലാവരെയും SIT മൊഴിയെടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് മഹേഷ് മോഹൻ്റെ കണ്ഠരുടെ മൊഴിയെടുക്കാത്തത്? ഏതൊക്കെ ഇടങ്ങളിലാണ് പോയത്? ഏതൊക്കെ പ്രബലരുടെ വീടുകളിലാണ് പോയി പൂജ നടത്തിയത്? ഗോവർദ്ധൻ ചെറിയ മീനല്ല. ഗോവർദ്ധൻ ഒരു വലിയ സ്പോൺസർ എന്ന നിലയിൽ വന്നതാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി സാമ്പത്തിക ഇടപാട് നടത്തിയ ആളാണ്. അപ്പോൾ 3 കാര്യങ്ങളായല്ലോ. നാലാമത്തത് ഇതിലും ഗൗരവമേറിയ വിഷയമാണ്. ശബരിമലയിൽ ഒരു വാജിവാഹനം ഉണ്ടായിരുന്നു. നമ്മളതിൻ്റെ വാർത്തയിടയ്ക്ക് സംപ്രേഷണം ചെയ്തിരുന്നതുമാണ്. വാജിവാഹനം എന്ന് പറഞ്ഞാൽ ഈ കൊടിമരത്തിൻ്റെ മുകളിലുള്ള വാഹനം. ഈ വാജിവാഹനം അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഈ ധ്വജസ്ഥാപനം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ ധ്വജം അവിടെ പുതുതായിട്ട് സ്ഥാപിച്ചപ്പോൾ മുകളിൽ നിന്നുള്ള ഈ വാജവാഹനം കൊടിമരം കൊണ്ടുവന്ന് സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട്, സ്വർണം പൂശിയ കൊടിമരം സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിലവിലുള്ള കൊടിമരത്തിന് മുകളിലുള്ള ഈ വാജിവാഹനം അവിടെ നിന്ന് നീക്കം ചെയ്തു. ഈ വാജിവാഹനം നീക്കം ചെയ്തപ്പോൾ അത് തന്ത്രിയുടെ കൈവശമാണ് ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ ഇത് പാടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം ഇതിന് അന്താരാഷ്ട്ര വിപണിയിലാണെങ്കിലും ശരി, വിശ്വാസികളുടെ ഇടയിലാണെങ്കിലും ശരി, വിലമതിക്കാനാവാത്ത വിശ്വാസമൂല്യമൊന്നാണ് ശബരിമലയിലെ ഏതൊരു ഉരുപ്പടിയും, വാജിവാഹനം പ്രത്യേകിച്ചും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ശസ്ത്രവിധി? ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഈ ഏതെങ്കിലും തരത്തിൽ ഉപയോഗശൂന്യമായിരിക്കുന്ന കേടുപാടുകൾ സംഭവിച്ചിരിക്കുന്ന വിഗ്രഹങ്ങൾ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നാൽ അതെന്താ ചെയ്യുക? ഉദാഹരണത്തിന്, ഇപ്പോൾ തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു വിഗ്രഹമാണ് ഇങ്ങനെ കേടുപാട് സംഭവിക്കുന്നതെങ്കിൽ, ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, മരം കൊണ്ട് നിർമ്മിച്ചതാണെങ്കിൽ അത് അഗ്നിക്ക് സമർപ്പിക്കണം എന്നുള്ളതാണ് ശസ്ത്രവിധി. അഗ്നിക്ക് സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ പിന്നീട് ആ വിഗ്രഹം, മരം കൊണ്ട് നിർമ്മിച്ച ആ വിഗ്രഹം പിന്നീട് ഉപയോഗിക്കാൻ പറ്റാത്ത തരത്തിൽ അത് കത്തിച്ച് ചാമ്പലാക്കണം, കേടുപാട് സംഭവിച്ച വിഗ്രഹം. ഇനി മരം കൊണ്ടുള്ളതല്ല, കല്ലുകൊണ്ടുള്ളതാണെങ്കിൽ, ശില കൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ അത് ഏതെങ്കിലും ജലാശയത്തിൽ നിമജ്ജനം ചെയ്യണം. തിരിച്ചു വീണ്ടെടുക്കാനാവാത്ത വിധം, അത് പുനരുപയോഗിക്കാൻ കഴിയാത്ത വിധം കേടുപാടുകൾ സംഭവിച്ച വിഗ്രഹത്തിൻ്റെ കാര്യമാണ്. മൂന്നാമത്തേതാണ് ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിലോ. ഈ ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിൽ ക്ഷേത്ര ഊരാളന് അവകാശപ്പെട്ടതാണ്. അപ്പോൾ ക്ഷേത്ര ഊരാളൻ ആരാണ്? പന്തളം വലിയ രാജയാണ്. അപ്പോൾ പന്തളം വലിയ രാജയിൽ കൊടുത്ത് രാജാവിന് വേണമെങ്കിൽ തന്ത്രിക്ക്, ആചാര്യന് കൊടുക്കാം. പക്ഷേ അത് അതേ രൂപത്തിൽ കൊടുക്കാൻ പാടില്ല. അതിലുള്ള ലോഹം ഉരുക്കിയതിന് ശേഷം മാത്രമേ ഈ ഊരാളൻ തന്ത്രിക്ക് കൊടുക്കാൻ പാടുള്ളൂ. എന്നാൽ ഇവിടെ വാജിവാഹനം അതേപടിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് പ്രയാർ ഗോപാലകൃഷ്ണൻ്റെ കാലത്ത് ഈ വാജിവാഹനം താഴെ ഇറക്കി തന്ത്രിയുടെ കൈകളിലേക്ക് കൊടുക്കുന്നതും തന്ത്രി അത് പുറത്തേക്ക് കൊണ്ടുപോകുന്നതും അതിൽ ഗുരുതരമായിട്ടുള്ള ഒരു ലംഘനം നടന്നിട്ടുണ്ട്, വിധിയുടെ ലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇന്നിപ്പോൾ വാജിവാഹനം തിരികെ ദേവസ്വം ബോർഡിലേക്ക് എത്തിയിട്ടില്ല. പ്രേക്ഷകർ ഓർമ്മിക്കണം, അത് ഏതെങ്കിലും തരത്തിൽ ലോഹനിർമ്മിതമായ വിഗ്രഹമാണെങ്കിൽ അത് ആ ലോഹം ഉരുക്കി ശ്രീബലി വിഗ്രഹത്തിനോ ഗോളക ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കാവുന്നതാണ് എന്നുകൂടി ചട്ടവിധിയിൽ പറയുന്നുണ്ട്. എന്നാൽ ഇത് പൂർണ്ണമായും ലംഘിച്ചുകൊണ്ടാണ് അത് കൊണ്ടുപോയത് എന്നൊരു വലിയ ആരോപണം നമ്മുടെ മുന്നിലുണ്ട്. ഇത് അന്വേഷിക്കേണ്ടതല്ലേ? വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമല്ലേ? ഇവിടെ ഇതാണ് അവിടെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായിയായി വർത്തിച്ചിരുന്നത് കേവലം ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡ് അംഗങ്ങളോ മാത്രമല്ലെന്നും സന്നിധാനത്ത് വളരെ സ്വാധീന ശക്തിയുള്ള ആളുകൾ കൂടിയാണ് എന്നുള്ള ഒരു വലിയ ചർച്ച പൊതുമണ്ഡലത്തിലുണ്ട്. അതിനുള്ള സംശയത്തിനുള്ള ഒരു നിവാരണം വരുത്തുക എന്നുള്ളതാണ് ഈ അന്വേഷണ സംഘം ചെയ്യേണ്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ സംഭവിച്ചത് മുഴുവൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി ശബരിമലയിലെ ഏതെങ്കിലും സ്വർണ്ണമോ ഒരു തരിയെങ്കിലും കൊണ്ടുപോകുമെന്ന് ഞാൻ കരുതുന്നില്ല. വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചപ്പോഴൊക്കെ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരൊക്കെ അഴിമതിക്ക് ഒരുപാട് പഴികേട്ടിട്ടുണ്ട്. ഞാൻ ഇന്നലെ പരിപൂർണൻ കമ്മീഷൻ്റെ വിധിയുടെ കാര്യം പറഞ്ഞതാണ്. പിന്നീട് ചെറുന്നിയൂർ ശശിധരൻ്റെ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ കാര്യം പറഞ്ഞതാണ്. ഇവിടെയൊക്കെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന UDF സർക്കാരായിരുന്നു പ്രതിസ്ഥാനത്തെങ്കിൽ ഇപ്പോൾ ഇതാ LDF സർക്കാർ നിയമിച്ച ദേവസ്വം ബോർഡാണ് കൂട്ടിൽ നിൽക്കുന്നത്. ആ ദേവസ്വം ബോർഡ് 2 ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരാണ് ജയിലിൽ കിടക്കുന്നത്. പക്ഷേ ഇതുകൊണ്ട് മാത്രം ഇത് അവസാനിക്കുന്നില്ല. അവിടെ വലിയൊരു സ്വാധീന ശക്തി, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വലിയ സ്വാധീനമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരാവാസ വ്യവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിലേക്ക് കൂടി അന്വേഷണം പോകേണ്ടതുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പത്മകുമാറിനെ സംരക്ഷിച്ച് നിർത്തിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നതാണ് എൻ്റെ ഉത്തരം. അസ്വാഭാവികമായ ഒരു സംരക്ഷണമുണ്ടോ എന്ന് ചോദിച്ചാൽ അസ്വാഭാവികമായ ഒരു പിന്തുണ ഇല്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. Meet the editors.